ജലീൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പാലോട് രവിയുടെ അപ്പുറത്ത് നിന്ന് സംസാരിച്ചതിനാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അടുത്ത ആഴ്ച പാലോട് രവി ഇവിടെ DCC അധ്യക്ഷനാകുമോ ഇല്ലയോ, അതേ പുറത്താകുമോ എന്ന് ചർച്ച നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിട്ട് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇപ്പോൾ ഒരു കളമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് മനഃപൂർവ്വമാണോ ഇതൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കളിയാണോ? ഒരു സസ്പെൻഷൻ ജലീലിന് കിട്ടി, അത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതായിക്കോളും, കോൺഗ്രസ് അല്ലേ. ഇത് ബലിയാടായതാണോ പാലോട് രവി? ഒരു കാര്യം വളരെ ക്ലിയറാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നടന്നിരിക്കുന്ന ഒരു വിഷയമേ അല്ല ഇത്. നമ്മൾ കാണുന്ന പോലെ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ, അത് ഒരു ഭാഗത്തു നിന്ന് ഡിസെപ്ഷൻ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിസെപ്ഷൻ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ബിയോണ്ട് ഡൗട്ട് അത് നമുക്ക് സീൽ ചെയ്യാം. പക്ഷേ ആരാണ് ചതിച്ചിരിക്കുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പാലോട് രവിയുടെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട റോൾ എന്താണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. ഇവിടെ ശ്രീകുമാരേട്ടൻ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയത്തിൽ എനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു കാര്യത്തിന് മറുപടി പറയാൻ തോന്നുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് താങ്കൾ തന്നെ കൊടുത്തൊരു മറുപടിയുണ്ട്, അരൂർ തെരഞ്ഞെടുപ്പ്. കാര്യം അരൂർ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുന്നത് നമ്മൾ കണ്ടതാണ്, വമ്പിച്ച വിജയമാണ് അവിടെ ഉണ്ടായത്. കാര്യം ഒരു CPMൻ്റെ കോട്ടയിലാണ് യഥാർത്ഥത്തിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും പിന്നെ അത് കഴിഞ്ഞുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ കണ്ടു. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, നിലമ്പൂർ ഒരു സൂചികയാണ് എന്ന് നമ്മൾ കരുതുന്നില്ല, നിങ്ങളും അതുപോലെ കരുതണ്ട. നിങ്ങൾ കരുതിയാൽ നിങ്ങളും കുരുങ്ങുമെന്നാണ് എനിക്ക് വ്യക്തിപരമായി അതിനകത്ത് തോന്നുന്നത്. അടുത്ത മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പാലോട് രവിയുടെ ഈ സംഭാഷണം അന്നേ പുറത്ത് വന്നിരുന്ന അന്ന് ഇതുപോലെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയേനേയും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വമാണല്ലോ. അപ്പം ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ പറയുന്ന BJP പണം ഇറക്കുമെന്നും കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്നും വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുമെന്നും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ UDFനകത്ത് നടക്കുന്നില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നടക്കുന്നില്ലേ? പാലോട് രവിയെ പോലൊരാൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് ചാനലിന് ചോർത്തിക്കൊടുത്ത്, പാലോട് രവി ചോർത്തി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ആരോ ഒരാൾ ചോർത്തിക്കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ കോൺഗ്രസ്സിന് ഇതിൻ്റെ യഥാർത്ഥ സത്ത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണോ ശ്രീകുമാരേട്ടൻ പറഞ്ഞു വെക്കുന്നത്? എനിക്കത് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. ശ്രീകുമാരേട്ടന് ഇപ്പുറത്തേക്ക് നമ്മൾ ആൾക്കാർ കാണുന്നുണ്ട്, ചിലപ്പം അത് ശരി അവർക്കൊരു ഊർജ്ജം കിട്ടുമെന്ന് വിചാരിക്കും. ഊർജ്ജം കിട്ടാൻ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഒരു പ്ലാനിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു സ്കീമിലേക്ക് നിങ്ങൾ എത്തിയാൽ മതി. അതിന് പാലോട് രവിയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാളെ കൊണ്ടോ ഈ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വെളിയിലിറക്കി പരസ്യം കൊടുത്ത് ഉയ്യോ ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നേരിടാൻ പോകുന്ന ഒരു സങ്കീർണമായ പ്രശ്നം, ഇതിന് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ട് ഇത് നന്നായിരിക്കും എന്ന് ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊന്നും കൂടുതൽ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളുടെ ഒരു ഉത്തമ ഉദാഹരണമായി നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇപ്പോൾ സെമി കേഡർ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സെമി കേഡർ എന്നുള്ളൊരു പ്രയോഗമാണ് ശ്രീകുമാരേട്ടൻ പറഞ്ഞത്. നോക്കൂ, സെമി കേഡർ എത്ര ശക്തമായി പ്രവർത്തിക്കുന്നു. സെമി കേഡർ എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേട്ടത് സുധാകരൻ വന്നപ്പോഴാണ്. ആ സുധാകരൻ ഇപ്പോൾ ഈ പറമ്പിൽ പോലുമില്ല, വേറെ എവിടെയോ പോയി. സെമി കേഡർ എന്ന് പറഞ്ഞ ആൾ തന്നെ കോൺഗ്രസിൻ്റെ വക്കത്ത് അറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അതുപോലൊരു സെമി കേഡർ പറച്ചിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. നിങ്ങളുടെ സണ്ണി ജോസഫിനെ പോലൊരു ആൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്, പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ആൾ, അതൊക്കെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. എനിക്കതൊന്നും സംശയം ചോദിച്ചാൽ BD സതീശനെക്കാട്ടിലും പക്വതയോടുകൂടി പ്രതികരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സണ്ണി ജോസഫാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ചർച്ചാ വിഷയത്തിൽ വിട്ടുപോയൊരു വിഷയമാണ്. BD സതീശനോട് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല, പക്ഷേ സണ്ണി ജോസഫ് അറിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം എന്താണോ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്, അത് BD സതീശൻ അങ്ങ് ഒഴിവാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വിഷയത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല, അത് ഈ കാര്യത്തിലൊക്കെ ലാൽകുമാറിനും സമ്പത്തിനും ഒക്കെ, ഡോക്ടർ സമ്പത്തിനും ഒക്കെ ഇതുപോലെ ഇതൊന്നും അറിഞ്ഞില്ല, ഞാനെന്തിനാണ് ഫോണിൻ്റെ കാര്യത്തിനകത്തേക്കൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു ഒഴിയാന്നുള്ളപ്പോൾ ഞാനും ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് BD സതീശിൻ്റെ ഭാഗത്താണ്. ഞാൻ കോൺഗ്രസിൻ്റെ രീതി ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യം, അവിടെ കമ്മ്യൂണിക്കേഷൻ പതുക്കെ എത്തുകയുള്ളൂ. സണ്ണി ജോസഫ് അറിഞ്ഞു, ഇത്രയും മാത്രം നമ്മൾ കരുതിയാൽ മതി. ശുദ്ധമായി കരുതുക കാര്യങ്ങൾ.